ഹോം നേഴ്സ്. രചന ഫോയബ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. തുണി നിറച്ച ബാഗ് കയ്യിലെടുത്ത് അവൾ ഓട്ടോയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. എത്ര ഏട്ടാ? 125. പേഴ്സ് തുറന്ന് കാശെടുത്ത് അവൾ ഡ്രൈവർക്ക് കൊടുത്തു. ബാക്കി വാങ്ങി തോളിൽ കിടന്ന ഹാൻഡ് ബാഗിന്റെ സൈഡ് പോക്കറ്റിലേക്ക് വെച്ചു. ബാഗ് എടുത്ത് അവൾ മുന്നിലേക്ക് നോക്കി. രണ്ടാൾ പൊക്കത്തിൽ ഒരു കൂറ്റൻ മതിൽ, ഒരു വലിയ ഗേറ്റ്. കറുപ്പും ഗോൾഡൻ നിറത്തുള്ള പെയിന്റാണ് ഗേറ്റിന് അടിച്ചിരിക്കുന്നത്. ഗേറ്റിന്റെ വലതുഭാഗത്ത് കറുത്തൊരു മാർബിൾ പീസിൽ ലിസെറ്റ് വില്ല എന്ന് കൊത്തിവെച്ചിട്ടുണ്ട്. അവൾ ഗേറ്റിൽ പതിയെ തട്ടിയ ശേഷം അതിനിടയിലൂടെ ഉള്ളിലേക്ക് നോക്കി. വലിയൊരു മുറ്റം കാണാം. വാച്ച്മാൻ തന്റെ കിളിവാതിൽ തുറന്നു. ആരാ? എവിടുന്ന വരുന്നത്? ചേട്ടൻ, ഞാൻ അശ്വതി. ഇച്ചിരി ദൂരെ നിന്നാണ്. ഇവിടെ ഹോം നേഴ്സിന്റെ വേക്കൻസിയിൽ വന്നതാ. അയ്യോ, മോളായിരുന്നോ? പുള്ളിക്കാരൻ വേഗം പുറത്തിറങ്ങി ഗേറ്റിന്റെ ചെറിയ വാതിൽ തുറന്നു. അകത്തേക്ക് വാ മോളെ. സാറ് രാവിലെ പറഞ്ഞായിരുന്നേ. ആ ബാഗും കൂട്ടുതാ, ഞാൻ പിടിക്കാം. വേണ്ടേട്ടാ, ഞാൻ എടുത്തോളാം. തുണികളായതുകൊണ്ട് കനം കുറവാ. അശ്വതി മുമ്പിലേക്ക് നോക്കി. അവിടെ കണ്ണ് മിഴിഞ്ഞു വന്നു. ഇത് വീടാണോ അതോ മാൻഷനാണോ? മുറ്റം നിറയെ ചെടിച്ചട്ടികൾ, അതിൽ പേരറിയാത്ത ചെടികളും. മതിലിനോട് ചേർന്ന് പാലപ്പൂക്കൾ വിടർന്നു നിൽക്കുന്നു. വീടിന്റെ മുകളിലൂടെ ഓറഞ്ച് നിറത്തിലുള്ള പൂക്കളുടെ ഒരു ക്രീപ്പർ പടർന്ന് കയറിയിട്ടുണ്ട്. നടുവിലായി വെള്ളയും ഇളർ റോസ് നിറത്തിലുള്ള താമരപ്പൂക്കളുടെ ഒരു കുളം. അതിനു ചുറ്റും ഒരു പ്രത്യേക ആകൃതിയിൽ അരമതിൽ കെട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ അമ്മക്ക് വയ്യേ, 4 വർഷമായി കിടന്ന കിടപ്പാ. വാച്ച്മാൻ പറഞ്ഞു. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് കുമാരൻ. ഒത്തിരി വർഷമായോ ഇവിടെ ജോലിയായിട്ട്? ഇതെൻ്റെ 20ാമത്തെ വർഷമാണ് മോളെ. മോളെ ഞാൻ അവിടെ ആക്കിത്തരാം. അതും പറഞ്ഞ് കുമാരൻ അവിടെ ബാഗ് എടുത്ത് മുന്നോട്ട് നടന്നു. 2 വാഹനങ്ങൾക്ക് പോകാൻ മാത്രം വലിപ്പമുള്ള ടൈൽസ് പാകിയ വഴിയിലൂടെ അവർ നടന്നു. കാർ പോർച്ചിൽ വില കൂടിയ 2 കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. കുമാരൻ കോളിംഗ് ബെല്ലിൽ വിരലമർത്തി ഭവ്യതയോടെ ഒതുങ്ങി നിന്നു. ബ്ലാക്ക് പാന്റും വെളുത്ത ഷർട്ടും ഒരു ബ്ലാക്ക് ജാക്കറ്റും ധരിച്ച 35 വയസ്സ് തോന്നിക്കുന്ന ഒരു സ്ത്രീ വന്ന് വാതിൽ തുറന്നു. അവരൊരു ലൂസ് ടൈ ധരിച്ചിരുന്നു. ഷർട്ടിന്റെ മുകളിൽ 2 ബട്ടൺസ് തുറന്നിടയ്ക്കായിരുന്നു. ആരാ ഇത് കുമാര? ഗൗരവമുറ്റിയ സ്വരത്തിൽ അല്പ അധികാരത്തോടെ അവർ ചോദിച്ചു. മാഡം, മോളെ അമ്മയെ നോക്കാൻ. കുമാരൻ പറഞ്ഞു. മുഴുമിക്ക് മുന്നേ അവർ പറഞ്ഞു. ഓക്കെ, കയറി വരൂ. അശ്വതി ബാഗ് എടുത്ത് അവരുടെ പുറകിലൂടെ നടന്നു. ഒരു നീണ്ട കോറിഡോർ കടന്ന് അവരൊരു ഹാളിലെത്തി. ഞാൻ എലിസബത്ത്, ഇവിടുത്തെ മാനേജറാണ്. അശ്വതി അവളെ നോക്കി. പിന്നെ ചിന്തിച്ചു. എൻ്റെ വീട്ടിലെ അമ്മയാണ് മാനേജർ, മന്ത്രി, പോലീസ് എല്ലാം. ഇവിടെ അറിയില്ല. അവൾ വന്ന വഴിയൊന്ന് തിരിഞ്ഞു നോക്കി. ഈ വീട് മുഴുവൻ നടന്നു കാണാൻ കഴിയില്ല. ഓട്ടോ വിളിക്കേണ്ടി വരും. ഇവിടുത്തെ സാറിൻ്റെ അമ്മയുടെ കെയർടേക്കറാണ് ഞാൻ. 4 വർഷം മുമ്പ് വീണതാ, പിന്നെ എണീറ്റിട്ടില്ല. അശ്വതി ഒന്ന് മൂളി. ഇതന്നെയാണ് കുമാരേട്ടനും പറഞ്ഞ് അവൾ ഓർത്തു. ഹാളിന്റെ സൈഡിലൂടെ ഉള്ളിലേക്ക് ഒരു പാസേജ് പോകുന്നുണ്ട്. അതിൻ്റെ അറ്റത്തായി റൂം. എലിസബത്ത് റൂമിന്റെ ഡോറിൽ മുട്ടി. എക്സ്ക്യൂസ് മീ മാഡം. ഉള്ളിലോട്ട് വന്നോളൂ. മുറിയിൽ നിന്നൊരു പതിഞ്ഞ സ്വരം പുറത്തേക്ക് വന്നു. അവർ ഡോറിനകത്ത് കയറി. അശ്വതിയുടെ ശരീരത്തിലേക്ക് അസ്ഥികളെ തുളക്കുന്ന AC-യുടെ തണുപ്പ് അരിച്ചു കയറി. റൂമിൽ നേരിയ വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എലിസബത്ത് ലൈറ്റ് ഓൺ ചെയ്തു. റൂമിൽ പ്രകാശം പരന്നു. അവൾ ചുറ്റുമൊന്ന് നോക്കി. ഒരു വലിയ റൂമാണ്. അതിന്റെ നടുവിൽ 4 ആൾക്ക് കിടക്കാൻ പാകത്തിനൊരു വലിയ കട്ടിലിൽ അതിൽ കമ്പിളി പുതച്ച ഒരു സ്ത്രീ രൂപം കിടക്കുന്നു. നന്നേ മെലിഞ്ഞൊരു രൂപം. മുഖത്ത് പ്രസന്നതയുണ്ടെങ്കിലും കണ്ണുകളിൽ പ്രകാശമില്ലായിരുന്നു. അത് കുഴിയിലേക്ക് താണുപോയിരുന്നു. നീണ്ട തലമുടി മെടഞ്ഞ് തലയുടെ ഒരു വശത്തേക്ക് നീട്ടിയിട്ടിട്ടുണ്ട്. ജീവിതത്തിന്റെ പ്രൗഢി മുഖത്തുനിന്ന് വിട്ടുപോകാൻ മടിക്കുന്ന പോലെ. വില കൂടിയ കിടക്കവിരികൾ നല്ല വൃത്തിയായി വിരിച്ചിട്ടുണ്ട്. മാഡം, ഇത് അശ്വതി, ഹോം നേഴ്സാണ്. എലിസബത്ത് ആ സ്ത്രീ രൂപത്തോട് പറഞ്ഞു. അവർ അശ്വതിയെ നോക്കി പതിയൊന്ന് പുഞ്ചിരിച്ചു. അശ്വതി തിരിച്ചു. അശ്വതിയുടെ റൂം അതാണ്. ആ വലിയ റൂമിനോട് അറ്റാച്ച് ചെയ്ത മറ്റൊരു റൂം കാണിച്ച് എലിസബത്ത് പറഞ്ഞു. പെട്ടെന്ന് ഫ്രഷായി വരണം, സാറ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് സാർ ഒരു ബിസിനസ് ടൂർ പോകും. രാത്രിയാണ് ഫ്ലൈറ്റ്. പിന്നെ 1 മാസം കഴിഞ്ഞ് റിട്ടേൺ ഉള്ളൂ. എലിസബത്ത് പറയുന്നത് കട്ടിലിൽ കിടന്ന് അമ്മ ശ്രദ്ധിക്കുന്ന അശ്വതി കണ്ടു. ഹാവ് എ ഗുഡ് ഡേ മാഡം പറഞ്ഞുകൊണ്ട് എലിസബത്ത് ലൈറ്റ് ഓഫ് ആക്കി റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഡോർ അടച്ചു. മുറിയിൽ വീണ്ടും ഇരുട്ട് നിറഞ്ഞു. അശ്വതി മുറിയിൽ കയറി കൈയുള്ള ബാഗ് ഒരു ടേബിൾ വെച്ചു. പിന്നെ ടോയ്ലറ്റിൽ കയറി മുഖമൊന്ന് കഴുകി. ടാങ്കിൽ തൂങ്ങിക്കിടന്ന ടവലെടുത്ത് മുഖം അമർത്തി തുടച്ച് കണ്ണാടിയിലൊന്ന് നോക്കി. ഓളെ. ആ പതിഞ്ഞ സ്വരം പിന്നെയും കേട്ടു. വരുന്നു മേഡം അവൾ പറഞ്ഞുകൊണ്ട് ഓടി വന്നു. ഈ AC ഒന്ന് ഓഫ് ചെയ്യേ. അശ്വതി ലൈറ്റ് ഇട്ട് റിമോട്ട് എടുത്ത് AC ഓഫ് ചെയ്തു. വലിയ ഉപകാരം. 4 വർഷമായി ഇതിങ്ങനെ. AC-യുടെ തണുപ്പാണ് ഉദ്ദേശിച്ചെന്ന് അവൾക്ക് മനസ്സിലായി. ഓള് ലഞ്ച് കഴിച്ചോ? ഇല്ല. മേഡം കഴിച്ചോ? 1 മണിക്ക് എനിക്കുള്ള ലഞ്ച് വരും. പറഞ്ഞു തീരും മുന്നേ വീണ്ടും വാതിൽ മുട്ടുകേട്ടു. ഇസാമേ. മറുപടി കാത്തു നിൽക്കാതെ വാതിൽ തള്ളി തുറന്ന് ട്രോളി ഉരുട്ടിയൊരു സ്ത്രീ അകത്തോട്ട് വന്നു. ഇതാരെയും ലേറ്റ് ഇട്ടേച്ച് പോയത്? അശ്വതിയെ കണ്ട് അവർ അവിടെ തന്നെ നിന്നു. പുതിയ ഹോം നേഴ്സാ, ഇപ്പൊ വന്നേയുള്ളൂ. ലീലാമേ, നീ പോയി കുട്ടിക്കുള്ള ആഹാരം കൂടി എടുത്തിട്ട് വാ. എന്നിട്ട് എനിക്ക് വിളമ്പിയാൽ മതി. അയ്യോ, എനിക്കിപ്പോൾ വേണ്ട.
അശ്വതി പറഞ്ഞു. മേഡം കഴിക്കുക, എന്നിട്ട് ഞാൻ കഴിച്ചോളാം. അത് ശരിയാവില്ല, ഒത്തിരി ദൂരെ യാത്ര ചെയ്ത് വന്ന കുട്ടിയല്ലേ. ലീലേ, നീ ചെല്ല്. ആ അമ്മ പിന്നെയും പറഞ്ഞു. എന്നാ മോൾ ഇതൊക്കെ എടുത്ത് ലിസമ്മക്ക് കൊടുക്ക്, ഞാനിപ്പോൾ വരാം. അശ്വതി അടച്ചു വെച്ച പ്ലേറ്റ് എടുത്ത് നേരെ വെച്ചു. എന്നിട്ട് ഓരോ ഡിഷ് തുറന്നു. ആദ്യം സാലഡാണ്, വിളമ്പിക്കോളൂ. അമ്മയുടെ സ്വരമാണ്. അവൾ സാലഡ് ഇരുന്ന പാത്രം തുറന്നു. ക്യാരറ്റും വെള്ളരിയും വെട്ടിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ കുറേ പച്ചില. ഇത് ആടിന് കൊടുക്കുന്നതാണല്ലോ, അവൾ മനസ്സിലോർത്തു. അടുത്ത പാത്രം തുറന്നു. ഇറ്റാലിയൻ പാസ്ത, പിന്നെ 2 പീസ് പുഴുങ്ങിയ ചിക്കൻ, 1 പീസ് പുഴുങ്ങിയ മീൻ, 2 ബ്രെഡ് സ്ലൈഡ്, അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഡോക്ടർ എഴുതുന്ന ഡയറ്റ് മെനുവാ, അമ്മ പറഞ്ഞു. ഇതിൽ അരിയാഹാരം ഇല്ല. എൻ്റെ ദൈവമേ, ഞാനെങ്ങനെ ജീവിക്കും? അമ്മയുടെ കുടംപുളിയിട്ട മീൻകറി, പഴമാങ്ങ പുളിശ്ശേരി, അച്ചിങ്ങ തോരൻ, നല്ല തുമ്പപ്പൂ പോലെയുള്ള ചോറ്. ഈശ്വര! അശ്വതി നെടുവീർപ്പെട്ടു. അവളെല്ലാം അമ്മയ്ക്ക് വിളമ്പി. ഇതൊന്നും എനിക്ക് വേണ്ട മോളെ, നീ ആ തൈര് തന്നേക്ക്, അത് മതി എനിക്ക്. അശ്വതി അവരെ എണീപ്പിച്ച് നിർത്തി. അവരാ തൈര് സാലഡിൽ വെച്ച് ഫോർക്ക് ഉപയോഗിച്ച് ഇടത് കൈ കൊണ്ട് കഴിക്കാൻ തുടങ്ങി. വലത് കൈ പാതി തളർന്നിടക്കുകയാണ്. കഴിഞ്ഞ വർഷം വരെയും വലത് കൈ കൊണ്ടാ ഞാൻ ആഹാരം കഴിച്ച്. അമ്മ പറഞ്ഞു. ഇപ്പൊ സാധിക്കുന്നില്ല, എന്തെങ്കിലും എടുക്കുമ്പോഴേക്കും താഴെ വീഴും, അതാ ഇടത് കൈ കൊണ്ട്. അവർ പാതിയിൽ നിർത്തി. തന്നെ നോട്ടം കണ്ടിട്ട് സംശയം തീർത്താണെന്ന് അശ്വതിക്ക് മനസ്സിലായി. മോളുടെ പേര്? അശ്വതി. വീട്ടിൽ തന്നെ അച്ചു എന്ന് വിളിക്കും. അശ്വതി സാറ് വിളിക്കുന്നുണ്ട്, ഒന്ന് ഓഫീസിലേക്ക് വരണം. കുട്ടിപ്പാവടയും ഷർട്ടും ഇട്ട് നെക്ക് ടൈ കെട്ടി ഹീലുള്ള ചെരുപ്പിട്ട ഒരു യുവതി. അവളുടെ തലമുടി ഒരു പ്രത്യേക രീതിയിൽ പൊക്കി കെട്ടിയിരുന്നു. മുഖത്ത് നന്നായി പുട്ടിയടിച്ച് ലിപ്സ്റ്റിക് ഇട്ട് അവളിൽ നിന്ന് ഒരു പ്രത്യേക സൗരഭ്യം വന്നിരുന്നു. പോരുമ്പോൾ സർട്ടിഫിക്കറ്റ് കൂടി എടുക്കണം. അശ്വതി പെട്ടെന്ന് ബാഗ് തുറന്ന് സർട്ടിഫിക്കറ്റ് അടങ്ങിയ ഫയൽ എടുത്ത് അവളുടെ പുറകെ പോയി. പോവാൻ നേരം അവൾ ആ അമ്മയെ പോയിട്ട് വരാമെന്ന മട്ടിലൊന്ന് നോക്കി. ഞാൻ യുവാൻ, സാറിന്റെ പി ആണ്, ആ യുവതി പറഞ്ഞു. അശ്വതി ഒന്നും മിണ്ടിയില്ല. അവരാ നീണ്ട കോറിഡോർ കടന്ന് ആ വലിയ വീടിന്റെ മറ്റേ അറ്റത്തെത്തി. ജുവാൻ ഓഫീസ് എന്ന ബോർഡ് വെച്ച ഡോറിൽ നിന്ന് മുട്ടി. സാറ് വീട്ടിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഓഫീസാണിത്, ജുവാൻ പറഞ്ഞു. അപ്പൊ വേറെ ഓഫീസ് എവിടെയാണ്? അശ്വതിക്ക് ചോദിക്കാൻ തോന്നിയെങ്കിലും ചോദിച്ചില്ല. യു കമിൻ. ഉള്ളിൽ നിന്ന് മുഴക്കമുള്ള സ്വരം. അവർ വാതിൽ തുറന്ന് അകത്ത് കയറി. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ജുവാനാണ്. വെരി ഗുഡ് ആഫ്റ്റർനൂൺ മറുപടി വന്നു. അശ്വതി ഒന്നും മിണ്ടാ നിന്നു. അലൻ ജോർജ്. അശ്വതി നെയിം ബോർഡ് വായിച്ചു. കൂടി വന്നാൽ ഒരു 30 വയസ്സ്. അവൾ ഉള്ളിൽ ഓർത്തു. തീക്ഷ്ണതയുള്ള കണ്ണുകൾ, ഗൗരവം മുറ്റിയ മുഖത്ത് വെട്ടിയൊതുക്കിയ താടി എനിക്ക് പണ്ടേ വീക്ക്നെസ് ആണ്. അതിൻ്റെ ഇടയിൽ കൂടെ കാണുന്ന ചുമന്ന കീഴിച്ചുണ്ട്. ഓ, ജീന പറയുന്നത് ശരിയാ. എടി, ഈ സുമുഖരായ പണക്കാരി ചെക്കന്മാരെയൊന്നും നമുക്ക് കിട്ടില്ല. അപ്പം നമുക്ക് അവരെ വായി നോക്കി അങ്ങ് ജീവിക്കാം. എന്താ നിന്റെ അഭിപ്രായം? ഹവ് യു ബ്രോഡ് യുവർ സർട്ടിഫിക്കറ്റ്സ്? അശ്വതി തിരിഞ്ഞു നോക്കി. യെസ് സർ. അശ്വതി സർട്ടിഫിക്കറ്റ് അടങ്ങിയ ഫയൽ മേശമേൽ വെച്ചു. എൻ്റെ ദൈവമേ, ഇംഗ്ലീഷ് ആണല്ലോ. ജുവാന തുറന്ന് എല്ലായിടത്ത് അലൻ്റെ കയ്യിൽ കൊടുത്തു. ഹൗ മെനി ഇയേഴ്സ് എക്സ്പീരിയൻസ് ഡു യു ഹാവ്? പിന്നെ ഇംഗ്ലീഷ്. 1 year സർ. വെർ ഡിഡ് യു വർക്ക്? ഐ വാസ് വർക്കിംഗ് ഇൻ ഡൽഹി ഫോർട്ടീസ്. ഇറ്റ്സ് എ ഹാർട്ട് ഹോസ്പിറ്റൽ. അങ്ങനെ വിട്ടാൽ ശരിയാവില്ല, എനിക്ക് ഇംഗ്ലീഷ് അറിയാം, അശ്വതി മനസ്സിൽ പറഞ്ഞു. ദെൻ വൈ ഡിഡ് യു ലീവ് ദി ജോബ്? ഇതാ കിടക്കുന്ന മലയാളം പറയുന്ന അമ്മയുടെ മോൻ തന്നെയല്ലേ? അവൾക്ക് എന്തൊക്കെയോ തോന്നി തുടങ്ങി. അതെ സാറേ, അശ്വതി പറഞ്ഞു. അവിടെ ഒരു വർഷത്തെ കോൺട്രാക്റ്റ് ആണ്, ലീവ് എടുക്കാതെ ജോലിയാണ്. 6 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയൊന്ന് വീണ് കാലിൻ്റെ അസ്ഥി പൊട്ടി കിടപ്പിലായി. അമ്മയെ നോക്കാൻ വീട്ടിൽ വേറെ ആരുമില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ റിസൈൻ ചെയ്തു. വിദേശത്ത് പോകാൻ നോക്കുന്നുണ്ട്. അവൾ ചിരിച്ചുകൊണ്ട് കൂട്ടിച്ചേർത്തു. ഇപ്പൊ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അലൻ ജോർജ് ആണ്. ആഹാ, അപ്പൊ ഈ ഇംഗ്ലീഷ് വിശ്വാസിന് മലയാളം തുപ്പാനും അറിയാം. മൈ മദർ ഈസ് വെൽ നൗ. ഷി ഹാസ് റിക്കവേർഡ് ആൻഡ് ഡസ് ഓൾ ദി വർക്ക്. അല്ല പിന്നെ, എൻ്റെ അമ്മയൊന്ന് വീണതാണ്, അലൻ പറഞ്ഞു. അരക്ക് കീഴ്പോട്ട് തളർന്നു. അപ്പൊ സാറിന് മലയാളം അറിയാം, അങ്ങനെ വഴിക്കുവാ. ദിസ് ഈസ് ദി 4th year. വലത് കൈക്കൽപ്പം ബലക്കുറവുണ്ട്. അശ്വതിയുടെ ഡ്യൂട്ടി അറിയാലോ, അമ്മയുടെ എല്ലാ കാര്യങ്ങളും നോക്കണം. യെസ് സർ. ഇറ്റലിയിലെ ഒരു ഡോക്ടറാണ് അമ്മയെ ചികിത്സിക്കുന്നത്. അതെന്താ, ഇന്ത്യയിൽ ഡോക്ടർ ഇല്ലേ? അശ്വതി മനസ്സിൽ പറഞ്ഞു. മാസത്തിൽ ഒരിക്കലും ചെക്കപ്പ് ഉണ്ട്. വീഡിയോ കോൾ വഴി അവർ അമ്മയെ കാണും. അമ്മയ്ക്ക് മെഡിസിൻ ആവശ്യമുണ്ടെങ്കിൽ എലിസബത്തിനോട് പറയണം. അലൻ സംസാരിക്കുമ്പോൾ കട്ടിമീശക്കും ചുവന്ന അധരങ്ങൾക്കിടയിലൂടെ കാണുന്ന വെളുത്ത പല്ലുകളിലായിരുന്നു അശ്വതി ശ്രദ്ധിച്ച്. ഫുഡ് മെനു കിച്ചണിൽ തൂക്കിയിട്ടുണ്ട്, അതിൽ നോക്കി ആഹാരം കൊടുക്കണം. അലൻ തുടർന്നു. ആഹാര സാധനങ്ങൾ മിസ്റ്റർ ചന്ദ്രമായി തരും. അശ്വതി ഇവിടുത്തെ സ്റ്റാഫിനൊപ്പം ആഹാരം കഴിച്ചാൽ മതി. ഈ മുറിക്കപ്പുറം ഒരു ഡൈനിങ് റൂം ഉണ്ട്. ഇവിടെ യൂണിഫോം ധരിക്കണം, കാഷ്വൽ ഡ്രസ്സ് യൂസ് ചെയ്യരുത്. സർ, എൻ്റെ ഡ്യൂട്ടി ടൈം എപ്പോൾ തീരും? അശ്വതിക്കൊരു സംശയം. അമ്മ ഉറങ്ങുമ്പോൾ പെട്ടെന്ന് റിപ്ലൈ വന്നു. അത്രയും നേരം ഞാൻ ആ ഉറയിട്ടുകൊണ്ട് നിൽക്കണം, എൻ്റെ ദൈവമേ. പിന്നെ 1 മാസത്തിനുള്ളിൽ അവധി എടുക്കരുത്. നെറ്റിയിലേക്ക് വീണിടക്കുന്ന തലമുടിയിലായിരുന്നു അശ്വതിയുടെ ശ്രദ്ധ. അതെ, വായ്നോട്ടം കഴിഞ്ഞാൽ പോവാം. ആ എന്താ സാർ പറഞ്ഞേ? അശ്വതിക്ക് ഡൽഹിയിൽ ആരെയും വായ്നോക്കം കിട്ടിയില്ലേ? ഞാൻ നോക്കിയത് കണ്ടു അല്ലേ? ആൾ ജുവാന്റെ മുഖത്തേക്ക് നോക്കി. അവിടെ ഒരു പുച്ഛയില്ലാതില്ല.
ഉണ്ട് സർ, അവൾ പെട്ടെന്ന് പറഞ്ഞു. എന്നെ സ്നേഹിക്കുകയും ഞാൻ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളുണ്ട്. യു ആർ നോട്ട് മൈ ചോയ്സ്. അല്ല പിന്നെ ഇച്ചിരി സൗന്ദര്യം നേരി ഇത്തിരി അഹങ്കാരം പാടില്ല. വാട്ട് ഡിഡ് യു സേ? സർ, ഐ ലവ് സമ്മൺ ആസ് മൈ ഓൺ. യു ആർ നോട്ട് മൈ ചോയ്സ്. ബികോംകാരനാണ്. അല്പം നാണം കലർത്തിയുള്ള എന്റെ മറുപടി കേട്ട് ജുവാന്റെ കണ്ണുകൾ പുറത്തേക്ക് വന്നു. അലന്റെ മുഖം ഒന്ന് കാണേണ്ടത് തന്നെ. എന്നാ ഞാൻ പോയിക്കോട്ടെ സാറേ, ഡ്യൂട്ടി കയറാൻ? യു മേ ഗോ നൗ. അലൻ എങ്ങും നോക്കാതെ പറഞ്ഞു. അശോക് തിരിച്ചു നടന്നു. ഡോറിന്റെ ഹാൻഡിൽ പിടിച്ച് തിരിക്കാൻ ശ്രമിച്ചു പുറകിൽ നിന്ന് വിളിച്ചു. വെയ്തർ, അമ്മയുടെ റൂമിൽ എപ്പോഴും AC ഓൺ ചെയ്തിരുന്നു. അമ്മ ആവശ്യപ്പെട്ടാലും ഒരിക്കലും ഓഫ് ചെയ്യരുത്. അലൻ പിന്നെയും ഒഴിഞ്ഞു. എന്റെ ഈശ്വര, ആദ്യം ചെയ്ത് അതാണല്ലോ. യു ഷുഡ് നോട്ട് വയലേറ്റ് ദി റൂൾസ്. കോൺസിക്വൻസ് വിൽ ബി സർവ്ഡ്. ഇസ് ദാറ്റ് ക്ലിയർ? സാർ എപ്പോഴാണ് വിദേശത്തേക്ക് ടൂർ വന്ന്? അശ്വതി ചോദിച്ചു. എന്താ, താൻ കൂടെ പോയിരുന്നോ? ഏയ്, ഞാനൊന്നും വരുന്നില്ല. അവൾ അല്പം നാണം വരുത്തി പറഞ്ഞു. Then who told you that? I'm going abroad. അലൻ അലറി. അവൻ സംശയത്തോടെ ജീവനെ നോക്കി. പകച്ചുപോയ ജീവാൻ പെട്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല സർ. അയ്യോ സർ, ഈ കുട്ടിയല്ല. Call her Miss ജുവാൻ. അലനൊന്ന് മുരണ്ടു. എന്നാ അത് മിസ് ജുവാൻ അല്ല പറഞ്ഞു. പിന്നെ ആരാ പറഞ്ഞു? അമ്മ. അശ്വതി വിക്കി വിക്കി പറഞ്ഞു. ഇപ്പൊ വന്നു കയറിയ തന്നോട് എന്റെ അമ്മ പറഞ്ഞോ ഞാൻ വിദേശത്ത് പോകണമെന്ന്? ഇല്ല സർ, മറ്റേ ചേച്ചി. എന്റെ ഈശ്വര, ഒരാവശ്യം നേരത്തെ പേര് കിട്ടുന്നില്ല. ലീലാമയാണോ? അല്ല സർ, ആ പാൻസും ഷർട്ടും ഇട്ട ചേച്ചി. എന്റെ ഷെഡ്യൂൾ നിന്നോടാണ് എലിസബത്ത് ഷെയർ ചെയ്യുന്നത്. ആ മുറി ആ കുലുങ്ങുമാറുച്ചത്തിൽ അലൻ വീണ്ടും അലറി. ജുവാൻ ഓടി. എന്റെ ദൈവമേ, എല്ലാം കൈവിട്ടു പോയി. അമ്മ പോന്നപ്പോഴേ പറഞ്ഞ നിന്റെ വിടുവായൊന്നും വിട്ടുപോകരുത്, തല്ലുള്ളിത്തരം പുറത്തെടുക്കരുതെന്നൊക്കെ. ഞാൻ എവിടെ പ്രോഗ്രാം അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അവസ്ഥ. പേടിച്ചു ഉറച്ചു വന്ന എലിസബത്തിന് അശ്വതി ഒന്ന് പാളി നോക്കി. വന്ന ദിവസം തന്നെ ശത്രു സമ്പാദനം. ഇനി എന്തൊക്കെ ഉണ്ടാവും? ആരെ വിളിച്ച് പ്രാർത്ഥിക്കും? ദ്വാരകയിലെ കൃഷ്ണ. അല്ലെങ്കിൽ അത് വേണ്ട, കുറെ ദൂരെയാ, വരാൻ കുറെ സമയമെടുക്കും. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഉള്ള കൃഷ്ണ. അല്ലെങ്കിൽ അതും വേണ്ട, അമ്പലം ദൂരെയാണെങ്കിലോ? അലൻ ജോർജ്, പാമ്പിനെ കൊന്ന പുണ്യാളൻ. എന്റെ ജോർജ് പുണ്യാളാ, ഈ 10 വിടർത്തിയാടുന്ന ഞാഞ്ഞൂലിയൊന്ന് കൊന്നു തരണേ. അവൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. സാറേ, ഞാൻ പറയാൻ എന്താ ഉണ്ടായതെന്ന് ഈ ചേച്ചി വെറുതെ വിട്ടേക്ക്. അവളുണ്ടായ കാര്യം പറഞ്ഞു. എനിക്ക് സാറിനോട് ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണമായിരുന്നു. ഇപ്പം അമ്മ ലഞ്ച് കഴിക്കുകയാണ്. അത് കഴിഞ്ഞ് വരാൻ പറ്റുമെന്ന് അറിയാനാ എപ്പോൾ പോകുമെന്ന് ചോദിച്ചു. അതിന് ഇത്രയും അലറി വിളിക്കുന്ന ഞാൻ അറിഞ്ഞില്ല. അവർ വിട്ടേക്ക്. വീണ്ടും അലർച്ച. കാട്ടുമാക്ക, വിട്ടുപോത്ത്, മരപ്പട്ടി. മനസ്സിൽ ഇവരെയൊക്കെ നമിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് നടന്നു. റൂമിലെത്തിയ അശ്വതിയെ കാത്ത് ലീലാമയുണ്ടായിരുന്നു. മോളെ, ഇത് കഴിക്ക്. അവരൊരു പ്ലേറ്റിലേക്ക് പാസ്ത വിളമ്പി. ചേച്ചിയുടെ ചോറില്ലേ? എനിക്ക് അത് മതിയായിരുന്നു. മോളെ, ഇന്ന് ഇതാണ് ഓർഡർ വന്ന്. ചോറുണ്ടാക്കിയില്ല. ബ്രെഡ് ഉണ്ടോ? ഫ്രിഡ്ജിൽ സാൻഡ്വിച്ച് ബ്രെഡ് ആണ്, ഞാൻ എടുത്തുകൊണ്ട് വരാം. വേണ്ടേച്ചി, ഞാൻ അവിടെ നിന്ന് കഴിച്ചോളാം. ലീലാമ്മ, നീ കുറച്ച് ചായ കൂടി ഉണ്ടാക്കി കൊടുക്ക്. ഈ കുട്ടിക്ക് ഇതൊന്നും കഴിച്ച ശീലം കാണില്ല, അമ്മ പറഞ്ഞു. അത് ശരിയാ, ഞാനിപ്പോൾ ഉണ്ടാക്കാം. അശ്വതി ലീലാമ്മയുടെ കൂടെ കിച്ചണിൽ പോയി ചായയും ബ്രെഡും കഴിച്ചു. തിരിച്ചു വന്ന് രണ്ടുപേരും കൂടെ അമ്മയുടെ ഡിഷെല്ലാം എടുത്ത് ട്രോളിൽ വെച്ചു. അശ്വതി അമ്മയെ പിടിച്ച് കിടത്തി. ബ്ലാങ്കറ്റ് മാറ്റി ഒരു ഷീറ്റ് എടുത്ത് പുതപ്പിച്ചു. മോള് മുറിയിലേക്ക് പോയിക്കാം, ഞാനിവിടെ കിടന്നോളാം. അശ്വതി അവളുടെ മുറിയിൽ കയറി ബാഗ് തുറന്ന് ഡ്രസ്സെല്ലാം അലമാരിൽ വെച്ചു. ഒന്ന് കിടന്നതേ അവൾ ഉറങ്ങിപ്പോയി. ഫോൺ റിങ്ങിന്ന് സ്വരം കേട്ടാണ് അവൾ ഉണർന്ന്. അമ്മയാണ്. അപ്പോഴാണ് ഇവിടെ എത്തിയിട്ട് അമ്മയെ വിളിച്ചില്ലല്ലോ എന്ന് അവൾ ഓർത്തത്. അവൾ അവിടുത്തെ വിശേഷമെല്ലാം പറഞ്ഞു. ഫോൺ വെച്ചു. അവൾ സമയം നോക്കി. 6 മണി കഴിഞ്ഞു. അയ്യോ, ചായ കൊടുത്തില്ലല്ലോ. അവൾ പെട്ടെന്ന് പുറത്തിറങ്ങി. മോളെ, ഈ ഡയപ്പർ ഒന്ന് മാറ്റണം. ആ ഡ്രോ തുറക്ക്, അതിലുണ്ടെല്ലാം. അവൾ ഡ്രോ തുറന്നൊരെണ്ണം എടുത്ത് കട്ടിലിൻ്റെ അടുത്ത് വന്ന് അമ്മ ഒരു കൈ കൊണ്ട് ഡയപ്പർ അഴിക്കാൻ ശ്രമിച്ചു. മേഡം, ഞാൻ ചെയ്തോളാം. അശ്വതി ഡയപ്പർ തൊട്ടതും അമ്മയുടെ മുഖം വേദന കൊണ്ട് ചുളിഞ്ഞു. എന്താ, വേദനിക്കുന്നുണ്ടോ? ആ അമ്മയുടെ തുടയിലേക്ക് ഒരിക്കലും അവൾക്ക് നോക്കാൻ തോന്നിയുള്ളൂ. തൊലിയെല്ലാം പോയി ചുമന്ന് നീലിച്ചു എല്ലായിടത്തും. അശ്വതി വീൽ ചെയർ എടുത്ത് വന്ന് അമ്മയെ വാഷ്റൂമിൽ കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി. മേഡത്തിന് അറിയാതെ യൂറിൻ പോകുന്ന പ്രോബ്ലം ഇല്ലല്ലോ, പിന്നെ എന്തിനാ ഈ ഡയപ്പർ? 1 മാസമായി മോൾക്ക് മുമ്പുണ്ടായിരുന്ന കുട്ടി പോയിട്ട്. ലീലാമ്മയാ പിന്നെ എന്നെ നോക്കുന്നു. അവൾക്ക് എപ്പോഴും എൻ്റെ കൂടെ ഇരിക്കാൻ പറ്റില്ല, അടുക്കളയിലെ കാര്യങ്ങൾ നോക്കണം. അതാ ഇത് ഉപയോഗിച്ചത്. ഇനി നമുക്കിത് വേണ്ട കേട്ടോ. ഇപ്പം ഞാനുണ്ടല്ലോ, എപ്പോൾ ആവശ്യം തോന്നുന്നോ എന്നോട് പറഞ്ഞാൽ മതി. അവൾ അമ്മയൊരു തുണിമുക്കി നന്നായി ദേഹം മുഴുവൻ തുടച്ചു. ഇതിനെൻ്റെ കയ്യിലൊരു മരുന്നുണ്ട്. അശ്വതി മുറിയിൽ പോയി തലയിൽ തേക്കുന്ന കാച്ചിയ വെളിച്ചെണ്ണ എടുത്തിട്ട് വന്നു. തുളസിയിലെയും കറ്റാർവാഴിട്ട് കാച്ചിയതാ, ഇത് പുരട്ടിയാൽ മതി, പെട്ടെന്നെല്ലാം ശരിയാവും. അവൾ പതിയെ കാലിനിടയിലും തുടയിലുമെല്ലാം ആ എണ്ണ പുരട്ടി കൊടുത്തു. ലീസാമയ്ക്ക് വലിയ ആശ്വാസം തോന്നി. മേഡം ചായ കുടിച്ചോ? ഇല്ല, ജ്യൂസാ കുടിക്കുന്നു, ചായ ഒന്നും തരാറില്ല. അവൾ സഹതാപത്തോടെ അവരെ നോക്കി. സാരമില്ല, നമുക്ക് നോക്കാം, അവൾ മനസ്സിൽ പറഞ്ഞു.
രാത്രി അത്താഴത്തിനൊരു പാക്കറ്റ് പിസ്സ വന്നു. പിന്നെ എന്തോ ഇട്ട് കലക്കി ഒരു ഗ്ലാസ് പാലും. ഇറ്റലി ഡോക്ടറുടെ മെനു. അവൾക്ക് അരിശം വന്നു. ഈ സ്ത്രീയുടെ ദേഹത്ത് അസ്ഥിയും തൊലിയും മാത്രമേ ഉള്ളൂ. എന്നിട്ടും പട്ടിണിക്കിട്ട് കൊല്ലുകയാണ്. മോള് കഴിക്കുന്നില്ലേ? വേണ്ട മേഡം, വിശപ്പില്ല. അവൾ ട്രോളി ഉരുട്ടി അടുക്കളയിലേക്ക് പോയി. വിശന്നിട്ട് വയറ് കരിയുന്നു. ആഹാ, മോള് വന്നോ? ലീലാമ്മയാണ്. ദേ, ഞാൻ ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്. ചന്ദ്രചേട്ടന് ചോറ് മാത്രം മതി. ഇവിടുത്തെ ആഹാരം ആൾക്ക് പിടിക്കില്ല. അവരടച്ചു വെച്ച പാത്രം തുറന്നു നോക്കി. ചോറ് ഇരുമ്പം പുളിയിട്ട തേങ്ങ അരച്ചു വെച്ച ചാളക്കറി, വഴുതന തോരൻ, പാവയ്ക്ക കൊണ്ടാട്ടം. അവൾ പെട്ടെന്ന് അടുക്കളയിലെ പതിയാപ്പുറത്ത് കയറി നിന്ന് കഴിക്കാൻ തുടങ്ങി. ചന്ദ്രൻ എന്റെ ഭർത്താവാണ് കേട്ടോ. അശ്വതി അവരെയും നോക്കി. കഴുത്തിൽ കൊന്തയിട്ടിട്ടുണ്ട്. പേര് ലീലാമ്മ, കെട്ടിയോൻ ചന്ദ്രൻ. മോളിപ്പ ചിന്തിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. ഞാനും ലിസാമ്മ ഒരു ഓർഫനേജിലാണ് വളർന്നു. ഞങ്ങൾ വലിയ കൂട്ടായിരുന്നു. എന്നെക്കാൾ സീനിയറാണ് ലിസമ്മ. ജോർജ് സാർ അവളെ കെട്ടി. അലീന മോള് ജനിച്ചപ്പോൾ ഇവരെന്നെ സഹായത്തിന് വിളിച്ചു. ചന്ദ്രൻ ചേട്ടൻ ജോർജ് സാറിന്റെ കാര്യസ്ഥനായിരുന്നു. വിശ്വസ്തനായ പണിക്കാരൻ എന്ന് അദ്ദേഹം വിളിക്കാറ്. എന്നെ കണ്ട് ചന്ദ്രൻ ചേട്ടന് ഇഷ്ടം തോന്നി കെട്ടിച്ചേരാൻ ജോർജ് സാറിനോട് പറഞ്ഞു. അങ്ങനെയാ ഞങ്ങൾ ഒരുമിച്ച്. മോള് മുഴുവൻ കഴിക്ക്. ലീസമ്മയ്ക്ക് 3 മക്കളാ. ലീലാമ്മ പറഞ്ഞു തുടങ്ങി. മൂത്തത് അലീന. കെട്ടിയോന്റെ കൂടെ അങ്ങ് ആഫ്രിക്കയിലാ താമസം. ഡയമണ്ട് കമ്പനിയുടെ മാനേജറാ. അവിടെ കെട്ടിയോൻ. ഒരു കുഞ്ഞുണ്ട്. രണ്ടാമത്തേത് അലക്സ്. അവര് ഭാര്യയും ഭർത്താവും ഡോക്ടർമാരാ. ഇപ്പൊ ഇറ്റലിയാ. അവിടെ സ്വന്തമായിട്ട് ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. പിന്നെയാണ് അലൻ. മോൻ ഇവിടെ തന്നെയാ. 3 സൂപ്പർ മാർക്കറ്റ് കേരളത്തിലുണ്ട്. പിന്നെ അബുദാബിയിൽ വേറെ എന്തൊക്കെയോ ബിസിനസ്സും. അവിടേക്കായിരിക്കും ഇപ്പോൾ പോയിരിക്കുന്നത്. അലൻ സാറിന്റെ മെയിൻ ഓഫീസ് എവിടെയാ ചേച്ചി? അതങ്ങ് തൃശ്ശൂരാണല്ലോ. എന്താ ചോദിച്ചത്? ഏയ് ഒന്നുമില്ല, വയറ് നിറഞ്ഞു. ഒത്തിരി നന്ദി ചേച്ചി. അവൾ കഴിച്ച പ്ലേറ്റ് കഴുകിക്കൊണ്ട് പറഞ്ഞു. ചന്ദ്രമാമനോട് എൻ്റെ താങ്ക്സ് പറയണം. വിശന്ന് പൊരിഞ്ഞാൽ ഞാൻ വന്ന് രാവിലെ 2 ദോശ കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. എന്നാ ഞാൻ മുറിയിലേക്ക് പോട്ടെ. കിടക്കാൻ നേരം അവൾ അമ്മയെ ടോയ്ലറ്റിൽ കൊണ്ടുപോയി ഒന്നുകൂടെ ഫ്രഷാക്കി കുറച്ച് എണ്ണ എടുത്ത് കാലിൻ്റെ തുടയിൽ പുരട്ടി. മാഡം, AC ഓൺ ചെയ്യട്ടെ? വേണ്ട മോളെ, ഫാൻ മതി. മാഡം, ഞാൻ ഈ സോഫയിൽ കിടന്നോളാം. അടുത്ത് കിടന്ന സോഫ നോക്കി അവൾ പറഞ്ഞു. ഉറക്കം പിടിച്ച ഞാൻ പിന്നെ ഒന്നും അറിയില്ല. മാഡത്തിന് എന്തെങ്കിലും ആവശ്യം വന്നാലോ? ലിസമൊന്നും മിണ്ടിയില്ല. അവരുടെ കണ്ണിൽ നനവുടരുന്ന കണ്ട് അശ്വതി പറഞ്ഞു. ഉറങ്ങിക്കോട്ടോ, ഞാനിവിടെ ഉണ്ട്. ഇനി ഒറ്റക്കല്ല. കുനിഞ്ഞവൾ ആ ക്ഷീണിച്ച് നെറ്റിയിലൊന്ന് മുത്തി. ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് അവൾ സോഫയിൽ കിടന്നു. ആ അമ്മ ഫാനിൽ നോക്കി കിടക്കുകയാണ്. ഇടയ്ക്ക് കണ്ണുടക്കുന്നവൾ കാണാമായിരുന്നു. ആ കാട്ടുമകൻ പോയി കാണും. അമ്മയോട് യാത്ര പറയാൻ വന്നില്ലല്ലോ. ഓർത്ത് കിടന്ന് അവൾ ഉറങ്ങിപ്പോയി. രാവിലെ പള്ളിമണി കേട്ടാണ് അവൾ ഉണർന്ന്. അവൾ പെട്ടെന്ന് ഫ്രഷായി വന്ന് അമ്മയെ നോക്കി. അവരുറങ്ങിയാണ്. ഉറങ്ങട്ടെ, പാവം, കുറച്ച് കഴിഞ്ഞ് ഉണർത്താം. അവൾ പതിയെ അമ്മയെ കുളിപ്പിക്കാനുള്ള സാധനങ്ങൾ എടുത്തു വെച്ചു. തന്റെ ബാഗിൽ നിന്ന് അമ്മ കൊടുത്തുവിട്ട കുഴമ്പെടുത്ത് ടേബിൾ വെച്ചു. കൂടെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റും. ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്ന് അടുക്കളയിലേക്ക് പോയി. കട്ടൻ കാപ്പി ഉണ്ടാക്കി 2 കപ്പിൽ പകർത്തി. അപ്പോഴാണ് ലീലാമ്മ വന്ന്. മോള് നേരത്തെ ഉണർന്നോ? ലിസമ്മ എണീറ്റോ? ഇല്ല, മേഡം ഉറങ്ങിയാണ്. മോളെ, കാപ്പി അവർക്ക് കൊടുക്കാനാണോ? അതെ. എന്താ? സാർ അറിഞ്ഞ വഴക്ക് പറയും. എൻ്റെ ചേച്ചി, ഇത് കേരള. ഇവിടുത്തെ ആളുകൾക്ക് വേണ്ടി ദൈവം കാപ്പി വരെ ഉണ്ടാക്കിയത്. സാറ് പോയി. ഇനി 1 മാസം കഴിഞ്ഞ് മടക്കുള്ളൂ. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൽ ഓർഡർ കൊടുത്തു. ലീലാമ്മ വാ വിളിച്ചു പോയി. ചേച്ചി, ആ വാടച്ചി കാപ്പി കുടിക്ക്. കാപ്പി കേരളത്തിന്റെ സ്വന്തം. കവളിലൊന്ന് പിച്ചി അവൾ അമ്മയുടെ അടുത്തേക്ക് പോയി. ലിസി ഉണർന്നിടക്കായിരുന്നു. ഗുഡ് മോർണിംഗ് മാഡം, ഇന്നാ ഈ കാപ്പി കുടിക്കും. ലിസി അവളെ നോക്കി. താൻ സ്വപ്നം കാണുവാണോ? ഉണർന്നില്ലേ? നല്ല നാടൻ കാപ്പിയുടെ മണം. ലിസി കൈ നീട്ടി ആ കപ്പ് വാങ്ങി ആർത്തിയോടെ കുടിച്ചു. എന്നിട്ട് നന്ദിയോടെ അവൾ നോക്കി. മോളെ, എനിക്ക് ഇച്ചിരി കൂടി കാപ്പി വേണം. അശ്വതി അവളുടെ കപ്പിൽ നിന്ന് ലിസിയുടെ കപ്പിലേക്ക് കാപ്പി പകർന്നു കൊടുത്തു. പാവം, കുടിക്കട്ടെ. കാപ്പി കുടിച്ച് കപ്പ് തിരിച്ചു കൊടുത്തു. കണ്ണു ക്ലിയറിനായത് അശ്വതി കണ്ടു. അശ്വതി മൊബൈൽ ഓൺ ചെയ്തു. പ്രഭാതത്തിൽ എന്നെ സമർപ്പിച്ചു നാഥ, വാഴ്ത്തുന്നു ഞാനും നിന്നെ അപദാനം എന്ന പാട്ട് ചെറിയ സ്വരത്തിൽ വെച്ചു. അവൾ ലിസിയെ വാഷ്റൂമിലേക്ക് കൊണ്ടുപോയി. ഫ്രഷായ ലിസിയെ ബെഡിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് അതിൽ കമിഴ്ത്തി കിടത്തി. ഇട്ടിരുന്ന നൈറ്റ് ഗൗൺ മുകളിലേക്ക് തീർത്തു വെച്ചു. അരക്കെട്ടിൽ കുഴമ്പ് തേച്ച് മസാജ് ചെയ്യാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞ് തിരിച്ചു കിടത്തി വലത് കൈയിലും മസാജ് ചെയ്തു. നേരം വെളുത്ത് വേണം, നമുക്ക് നീളം വെയിലുള്ള പുറത്തേക്ക് പോവാം. സൂര്യന്റെ ആദികിരണങ്ങൾ ശരീരത്തിന് വളരെ നല്ലതാണ്. പറഞ്ഞുകൊണ്ട് ലിസിയെ വീൽ ചെയറിലെത്തിക്കൊണ്ട് പതിയെ പുറത്തേക്ക് നടന്നു. പുറയിലുള്ള വാതിൽ തുറന്നു. തണുത്ത പ്രഭാതം, ഇളം കാറ്റ്, ഉദിച്ചുയരുന്ന സൂര്യൻ. ലിസി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പുറത്തേക്ക് നോക്കി. എത്ര വർഷം കഴിഞ്ഞിരിക്കുന്നു ആ ഇരുട്ടുമുറിയിൽ. മതിലിന്റെ ഓരം ചേർന്ന് വരിയായി വളരുന്ന ചെമ്പക മരങ്ങളിൽ അങ്ങിങ്ങായി പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. ലിസി ആ സുഗന്ധ ഉള്ളിലേക്ക് ആഞ്ഞു ശ്വസിച്ചു. ലിസിയുടെ കാലുകൾ ചെമ്പക മരങ്ങൾക്കിടയിലുള്ള സിമെന്റ് ബെഞ്ചിൽ ഉയർത്തി വെച്ചു. കാൽപാദത്തിന്റെ അടിവശം മസാജ് ചെയ്യാൻ തുടങ്ങി. മാഡത്തിനെ ഞാൻ അമ്മാന്ന് വിളിച്ചോട്ടെ? അവൾ പതിയെ ചോദിച്ചു. സമ്മതം എന്ന അർത്ഥത്തിൽ നിറഞ്ഞ മിഴികളോടെ ലിസി അവളെ പുണർന്നു. 1.5 മണിക്കൂർ മസാജിങ് തുടർന്നു. വെയിലുദിച്ചു. ലിസി നന്നായി വിയർത്തു. ഇനി നമുക്ക് കുളിക്കാം.
പോരുമ്പോൾ അശ്വതി ഒരു കൈ നിറയെ ചെമ്പകപ്പൂ പറിച്ച് ലിസിയുടെ മടിയിലിട്ട് കൊടുത്തു. അവൾ അതിൽ നിന്നൊന്നെടുത്ത് മൂക്കിനോട് ചേർത്ത് മണത്തു. അമ്മേ, ഇനി നമുക്ക് ആ മുറി വേണ്ട. അടുക്കളയോട് ചേർന്നുള്ള ആ ചെറിയ മുറിയിൽ കിടക്കാം. അവിടെ നല്ല കാറ്റും വെളിച്ചവും കിട്ടും. ലീലാമ്മ ചേച്ചിയോട് ഞാനത് ഒരുക്കിയിടാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ സാധനങ്ങളെല്ലാം അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. കുളി കഴിഞ്ഞിറങ്ങിയപ്പോൾ ലീലാമ്മ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നിരുന്നു. ചേച്ചി, ബ്രേക്ക്ഫാസ്റ്റ് ഡൈനിങ് ഹാളിൽ കൊണ്ടുവച്ചാൽ മതി, ഞങ്ങൾ അങ്ങോട്ട് വരാം. ശരി മോളെ. പുഞ്ചിരിച്ചുകൊണ്ട് അവർ ട്രോളി ഡൈനിങ് ഹാളിലേക്ക് കൊണ്ടുപോയി. ലിസിയെ വീൽ ചെയറിലിരുത്തി അവളും ഡൈനിങ് ഹാളിലേക്ക് വന്നു. ബൗളിലേക്ക് കഞ്ഞി പകരുന്ന ലീലാമ്മ അതിന്റെ സൈഡിലായ ഒരു ചെറിയൊരു പ്ലേറ്റിൽ കടച്ചക്കത്തോരനും തേങ്ങാ ചമ്മന്തിയും മാന്തൽ വറുത്തതും വെച്ചു. ലിസി ആർത്തിയോടെ കഞ്ഞിയുടെ ബൗൾ എടുത്ത് അതിലെ വെള്ളം വലിച്ചു കുടിച്ചു. ഉപ്പിട്ട് വേവിച്ച കുത്തരിയുടെ രുചിയുള്ള വെള്ളം അവൾ പിന്നെ ഒരു കവിൾ കൂടെ കുടിച്ചു. വെള്ളം മാത്രം പോരാ, വറ്റുകൾ കൂടി വിളിച്ചിരണം. അശ്വതി സ്പൂൺ എടുത്ത് കുറേശ്ശെയായി കഞ്ഞി കോരിക്കൊടുത്തു. വയറ് നിറഞ്ഞു, മനസ്സും. ആ കഞ്ഞി മുഴുവൻ ലിസി കുടിച്ചു. ഇപ്പം ഇടിക്കാമല്ലോ, ഇനി മെഡിസിൻ കഴിക്കാം. ഒരു ഗ്ലാസ്സിൽ കഞ്ഞി വെള്ളം എടുത്തൊരു ടാബ്ലറ്റ് അവൾ ലിസി കൊടുത്തു. ഇത് മാത്രം കഴിച്ചാൽ മതി കേട്ടോ, കാൽസ്യം സപ്ലിമെന്റാ. ബാക്കിയെല്ലാം നമുക്ക് ആഹാരം കഴിക്കുമ്പോൾ കിട്ടും. അത് മതി അമ്മയ്ക്ക്, വേറെ അസുഖങ്ങളൊന്നുമില്ലല്ലോ. മുറിയിലെത്തിയപ്പോൾ അശ്വതി ലിസിയുടെ മുടി പിന്നിക്കെട്ടി 2 ചെമ്പകപ്പൂ ചൂടിക്കൊടുത്തു. എന്നിട്ട് കിടക്കയിലേക്ക് ചെരിച്ച് കിടത്തി. ഇനി ഞാനൊന്ന് കുളിച്ചിട്ട് വരാം കേട്ടോ. ലിസിയുടെ കവിളത്തൊന്ന് പിച്ചിക്കൊണ്ട് അശ്വതി പറഞ്ഞു. എന്റെ സുന്ദരി കൂടി റെസ്റ്റ് എടുക്ക് മോളെ. അച്ചു, ലിസി വിളിച്ചു. അശ്വതിക്ക് അവളുടെ അമ്മ വിളിക്കും പോലെ തോന്നി. മോളെ, നീ എൻ്റെ വയറ്റി പറഞ്ഞില്ലല്ലോ. അയ്യേ, ഈ അമ്മ വേഗം കണ്ണടിച്ച്. ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ തീരെ ഈ സങ്കടം. ഞാനിവിടെ ഉണ്ടാകും. അമ്മയെ എണീപ്പിച്ച് നടത്തിയിട്ട് ഞാൻ പോകത്തുള്ളൂ കേട്ടോ. മൂളിക്കൊണ്ട് ലിസി കണ്ണു ഉടച്ചു. കുളിച്ചലക്കി മുറിയിൽ വരുമ്പോൾ ലിസി നല്ല ഉറക്കമായിരുന്നു. ചേച്ചി, ഞാൻ സഹായിക്കാം, ഒറ്റയ്ക്ക് ചെയ്യണ്ട. അശ്വതി അടുക്കളയിലേക്ക് ചെന്ന് പറഞ്ഞു. ഏയ് വേണ്ട മോളെ, എനിക്ക് ചെയ്യാനുള്ള ജോലിയേ ഉള്ളൂ. ആ വാഴയ്ക്ക് തന്നെ ഞാൻ അറിയാം. രണ്ടുപേരും കൂടെ ലഞ്ച് റെഡിയാക്കി. ഇടയ്ക്ക് അശ്വതി മുറിയിൽ ചെന്നപ്പോൾ ലിസി നല്ല ഉറക്കമായിരുന്നു. ഉണർത്താതെ അവൾ തിരിച്ച് അടുക്കളയിലേക്ക് തന്നെ പോയി. അവർ ആഹാരം ടേബിളിൽ കൊണ്ടുപോയി വെച്ചു. കുത്തരി ചോറും നെയ്മീൻ കറിയും വാഴക്കാത്തോരനും പപ്പടം, തൈര്, പാവക്ക, കൊണ്ടാട്ടം. ലഞ്ച് ടൈം. ഉറക്കിയ ഒരു ഈണത്തിൽ പറഞ്ഞുകൊണ്ട് അവൾ മുറിയിലേക്ക് ചെന്നു. ലിസി ഉണർന്ന് കിടക്കുകയായിരുന്നു. ആഹാ, ഉണർന്നല്ലോ, നമുക്ക് കഴിക്കാം എന്നെണീക്ക്. ആ ഒരു ഡൈനിങ് റൂം ചെല്ലുമ്പോൾ ഗ്ലാസ്സിലേക്ക് കഞ്ഞിവെള്ളം പകരുകയായിരുന്നു. നിങ്ങളും കൂടെ കഴിക്കേ. ലീലെ, പ്ലേറ്റ് എടുത്തു വെക്ക്. അശ്വതി ആഹാരം വിളമ്പി ലിസിയുടെ മുന്നിലേക്ക് നീക്കി വെച്ചു. ആ സ്പൂണ് താലിയിലേ, ലിസി പറഞ്ഞു. എന്തിനാ? ചോറ് എപ്പോഴും കൈകൊണ്ട് കഴിക്കണം, പ്രത്യേകിച്ച് മീൻകറി ഉള്ളപ്പോൾ. ഇനി അമ്മയുടെ കൈ ഞാനാണ്. ചോറുരുട്ടി കറിയിൽ മുക്കി അവൾ ലിസിയുടെ വായിൽ വെച്ച് കൊടുത്തു. ആ ഉരുള അവർക്ക് ഇറക്കാൻ കഴിഞ്ഞില്ല. തൊണ്ടയിൽ വലിയൊരു തടസ്സം. മിഴിനീര് കൊണ്ട് കണ്ണുകൾ കാണുന്നില്ല. ലിസി വാവിട്ട് കരഞ്ഞു. ലീലാമ്മക്കത് സഹിച്ചില്ല. അവർ ചാടി എണീറ്റ് ലിസിയെ കെട്ടിപ്പിടിച്ചു. വിതുമ്പിക്കരഞ്ഞു. അത് വല്ലാത്തൊരു സന്തോഷ കണ്ണീരായിരുന്നു. ഒന്ന് മാറി, കരച്ചിൽ മത്സരം വേറൊരു ദിവസം മതി. ഇപ്പൊ നമുക്ക് തീറ്റ മത്സരം തുടങ്ങാം. വിളമ്പിയത് മുഴുവൻ ലിസി അത്രമേൽ സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞ് കഴിച്ചു. ലിസിയുടെ ആഹാരം കഴിഞ്ഞപ്പോൾ അശ്വതി ആ പ്ലേറ്റിൽ തന്നെ കുറച്ചുകൂടെ ചോറെടുത്തിട്ട് കഴിക്കാൻ തുടങ്ങി. ലിസി അവളെ തന്നെ നോക്കിയിരുന്നു. എന്തെങ്കിലും നോക്കുന്നത്? എൻ്റെ അമ്മ കഴിച്ച പ്ലേറ്റിൽ ഞാൻ കഴിച്ച പ്ലേറ്റിൽ അമ്മയും കഴിക്കാറുണ്ട്. ചിലപ്പോൾ ഞങ്ങൾ രണ്ടുപേർ പ്ലേറ്റിൽ കഴിക്കും. ലിസിയുടെ ചിന്തകൾ വേറെയായിരുന്നു. ഇവളെയും കൂട്ടി 20ാമത്തെ ഹോം നേഴ്സാണ് ഈ 4 കൊല്ലത്തിനിടയിൽ വന്നു പോയത്. ഇങ്ങനെ ഒരു മോൾ അവരിൽ ആരെയും കണ്ടില്ല. നല്ല അമ്മ വളർത്തിയ മകൾ തന്നെ. ആഹാരം കഴിഞ്ഞ് ലീലാമ്മ പാത്രങ്ങളെല്ലാം എടുത്ത് അടുക്കളയിലേക്ക് പോയി. അശ്വതി അടുക്കളയിൽ പോയി ഒരു പഴുത്ത പൈനാപ്പിൾ എടുത്തുകൊണ്ട് വന്നു. ചന്ദ്രമാമന് അമ്മയ്ക്ക് വന്നിട്ടതാ, ഇവിടുത്തെ പറമ്പിലുണ്ടായതാ. ഇവളുടെ വാക്കുകളിൽ ബന്ധങ്ങൾക്ക് എത്ര ആഴമാണ്. അച്ചു പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചൊരു ബൗളിലേക്ക് ഇട്ട് ഒരു ഫോർക്ക് അമ്മയുടെ കൈയിൽ കൊടുത്തു. അവർ പതിയെ കഴിക്കാൻ തുടങ്ങി. നല്ല മധുരല്ലേ മോളെ, നീ ഇത് കുറച്ച് എലിസബത്തിനും ജീവാനും കൊടുക്ക്, അവരും കഴിക്കട്ടെ. വരവ് പഴങ്ങൾ മാത്രമാണ് അവർക്ക് കിട്ടുന്നത്. ഈ അമ്മയ്ക്ക് എന്തൊരു സ്നേഹവും കരുതലുമാണ് എല്ലാവരോടും, അവൾ ഓർത്തു. ലീലാമ്മ ഒരു മുറ നിറയെ അച്ചിങ്ങയുമായി വന്നു. അമ്മേ, നമുക്ക് അച്ചിങ്ങ നുറുക്കിയെടുക്കാം. അച്ചു ലിസിയുടെ കൈയെടുത്ത് ടേബിളിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, അമ്മ വലതേ കൊണ്ട് അച്ചിങ്ങ എടുത്തു തരണം, ഞങ്ങൾ നുറുക്കിക്കൊള്ളാം. കൈക്കുള്ള എക്സസൈസ് ആണ് കേട്ടോ. ജോലിയൊക്കെയാണ് നമുക്ക് കരുതരുത്. മോൾക്ക് എന്താ, ഈ വീട്ടിലെ പണി മുഴുവൻ ചെയ്തിരുന്ന ആൾ ഇവളാ. ഞാൻ അവൾക്കൊരു കൂട്ട് മാത്രം. അവൾ സംസാരിക്കുന്ന മുഴുവൻ കേൾക്കാൻ ഞാൻ വേണം. എൻ്റെ ലീസാമ്മയ്ക്ക് ഇതൊന്നൊരു ജോലിയല്ല. ആൽറെഡി ലീസാമോ? ആ ഇരുട്ടുമുറിയിൽ എൻ്റെ ഏക വെളിച്ചം ഇവളുടെ മുഖമായിരുന്നു. ലിസി പറഞ്ഞു. എന്നെ വിട്ടു പോവാൻ നിന്ന് ഇവള് മാത്രം. ലിസിയുടെ കണ്ണ് നിറഞ്ഞു വന്നു. ഓരോ അച്ചിങ് എടുത്തുന്ന ലിസമ്മയുടെ കയ്യിൽ അവർ പോലും അറിയാതെ അച്ചിങ്ങളുടെ എണ്ണം കൂടി വന്ന് ഒരു പുഞ്ചിരിയോട് അച്ചു നോക്കി നിന്നു. അപ്പോൾ ഹോപ്പുണ്ട്. അത്താഴത്തിന് ഇത്രയും അച്ചിങ് മതി, ഞാനിത് കടക്കിൽ കൊണ്ടുപോയി വെക്കാം, ലീലാമ്മ പറഞ്ഞു. അച്ചു ലിസിയും കൂടെ പറമ്പിലേക്ക് ഇറങ്ങി. 5 മണിയായപ്പോൾ ചായയും പഴംപൊരിയുമായി അടുക്കള മുറ്റത്തിട്ടിരിക്കുന്ന ടേബിളിൽ കൊണ്ടുവച്ചു. ചായ കുടിക്കാനായി ചന്ദ്രനും കുമാരനും വന്നു. അവർ ലിസിയെ 3-4 വർഷം കഴിഞ്ഞ് കാണുകയായിരുന്നു.
കുറെ നേരം വിശേഷം പറഞ്ഞിരുന്നു. എല്ലാവർക്കും സന്തോഷമായി. അവർ വേഗം ശരിയാവുന്ന എല്ലാവർക്കും തോന്നി. അച്ചു ലിസി ഒന്ന് കുളിപ്പിച്ച് പുതിയ നൈറ്റ് ഗൗൺ ഇടിയിച്ച് ബെഡിൽ കിടത്തി. അവളൊന്ന് മേല് കഴുകി വന്നു. അമ്മേ 7:30 നമുക്ക് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാം അല്ലേ? ഞാൻ ലീലാമ്മ ചേച്ചി കൂടി വിളിക്കട്ടെ? ലിസി ഒന്ന് മൂളി. അവൾക്ക് പറയാൻ വാക്കുകളില്ലായിരുന്നു. അച്ചു ലിസിയുടെ വലത് കൈ ഉയർത്തി നെറ്റിയിൽ കുരിശ് വരപ്പിച്ചു. എന്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനും പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി. ലിസിയുടെ കണ്ണുനീർ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു. കൊന്ത നമസ്കാരം കഴിഞ്ഞ് അവൾ കൊന്തയിലേക്ക് കുരിശെടുത്ത് ലിസിയെ മുത്തിച്ചു. കൈകൾ കൂപ്പി അവൾ രണ്ടുപേരും സ്തുതിച്ചില്ലേ. ഡിന്നർ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ലീലാമ്മക്ക് ഒരു സംശയം. അച്ചുമോളിങ്ങനെ കൊന്ത നമസ്കാരം ചൊല്ലാൻ പഠിച്ചു. എന്നാൽ ലിസിയാണത് ചോദിച്ചു. മോൾക്ക് ആരാ ഈ കൊന്ത തന്ന്? എൻ്റെ അമ്മയുടെ പേര് ആനിയെന്ന്. അച്ഛൻ്റെ അമ്മയുടെയും പ്രണയവിവാഹമായിരുന്നു. മക്കൾ അമ്മയുടെ വിശ്വാസത്തിൽ വളരാനായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. വീടിനടുത്തുള്ള ദിവാകരൻ മുതലാളിയുടെ കൊപ്രക്കളത്തിലായിരുന്നു അച്ഛൻ്റെ ജോലി. മുതലാളി നല്ലൊരു മനുഷ്യനായിരുന്നു. ഒരു ദിവസം കൊപ്ര നിറച്ച ആക്കിട്ട് നോക്കി അച്ഛൻ അവിടെ തന്നെ കുഴഞ്ഞു വീണ് മരിച്ചു. നാളെ നോക്കി പായച്ചെന്ന് അമ്മയ്ക്ക് തണലായത് ദിവാകരൻ മുതലാളി തന്നെയായിരുന്നു. അച്ഛന് പകരം അമ്മയെ അവിടെ ജോലിക്കെടുത്തു. അന്ന് ഞാൻ 10ൽ പഠിക്കുന്നു. എൻ്റെ അനിയൻ അബി 8ലും. എന്നെ വെളുത്തുടുപ്പിട്ട് ഒരു മാലാഖ നേഴ്സാക്കുമെന്ന് അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു. ദിവാകരൻ മുതലാളിയാ എൻ്റെ പഠന ചിലവെല്ലാം എടുത്തത്. ഇന്ന് അച്ഛൻ സ്വർഗത്തിലിരുന്ന് എന്നെ നോക്കി സന്തോഷിക്കുന്നുണ്ടാവുമല്ലേ? അച്ചു ഒന്ന് വിതുമ്പിപ്പോയി. ലീലാമ്മയും തോളിൽ കിടന്ന് തോർത്തുകൊണ്ട് നിറഞ്ഞു വന്ന കണ്ണൊന്ന് തുടച്ചു. മോളെ, എല്ലാം ശരിയാവും, ലിസി പറഞ്ഞു. ദൈവം കൈവിടില്ല. അവരവളെ ചേർത്ത് പിടിച്ചു. ദിവസങ്ങൾ വളരെ പെട്ടെന്ന് കടന്നുപോയി. നാളേക്ക് ഇവിടെ വന്നിട്ട് 1 മാസമാവും. ലിസിയുടെ വലത് കൈയുടെ ആരോഗ്യം മെച്ചപ്പെട്ടു. അവർ നന്നായി വണ്ണം വെച്ചു. കൊഴിഞ്ഞ കണ്ണുതടം നികന്നു വന്നു. മുഖത്ത് ആ പഴയ പ്രതാപവും പ്രകാശവും ഒക്കെ തിരിച്ചു വന്നു. ഈ 1 മാസത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും അലൻ അമ്മയെ വിളിക്കുന്ന അവൾ കണ്ടിട്ടില്ല. അമ്മയെ ഓർക്കാത്ത ഇങ്ങനെയും മനുഷ്യരുണ്ടോ? കാട്ടുമാക്കാൻ. മോളെ, നാളെ ലിസമ്മയുടെയും ജോർസാറിന്റെയും വെഡിങ് ആനിവേഴ്സറിയാ. അടുക്കളയിൽ വെള്ളം എടുക്കാൻ ചെന്നപ്പോൾ ലീലാമ്മ അച്ചുവിനോട് പറഞ്ഞു. സാറിന് എന്താ പറ്റിയത്? ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. ആള് മരിച്ചറിഞ്ഞ് ഇവള് വീണതാ. പിന്നെ ഇങ്ങനെയായി. എണീറ്റിട്ടില്ല. പതിവ് പോലെ 5 മണിക്ക് തന്നെ അവർ എണീറ്റു. അമ്മയെ ഒരുക്കി. ഇന്ന് നമുക്ക് ഒരിടം വരെ പോവാമേ. കൊടുക്കാനുള്ള സാരി എടുത്തു വെച്ചുകൊണ്ട് അച്ചു പറഞ്ഞു. ഇത്രയും വെളുപ്പാങ്കാലത്ത് എങ്ങോട്ടാ മോളെ? അതൊക്കെയുണ്ട്, സർപ്രൈസാ. ലീല ചേച്ചിയും വരുന്നുണ്ട്. അവർ സഞ്ചരിച്ച കാറ് പള്ളിമുറ്റത്തേക്കായിരുന്നു കണ്ട് ലിസി അവളെ നോക്കി. പിന്നെ ആർത്തിയോടെ സെമിത്തേരിയിലേക്കും. തൻ്റെ പാതി ഉറങ്ങുന്നിടം ഒരിക്കലും കണ്ടിട്ടില്ല. കയ്യിൽ കരുതിയിരുന്ന മെഴുകുതിരിയെടുത്ത് അവൾ ലിസിയുടെ കയ്യിൽ കൊടുത്തു. അമ്മ തന്നെ തെളിച്ച് പപ്പിക്ക് കൊടുക്ക്. കുറെ നാളായിട്ട് പുള്ളിക്കാരൻ കാത്തിരിക്കുക. മുന്നേ അറിയിച്ച പോലെ വികാരി അച്ഛൻ വന്ന് കുഴിമാടത്തിൽ പ്രാർത്ഥന ചൊല്ലി കുർബാനയും കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് മടങ്ങി. അവരെയും കാത്തൊരു ദുരന്തം വീട്ടിലുണ്ടാവുമെന്ന് അവരറിഞ്ഞില്ല. അലൻ തന്നെയായിരുന്നു ആ മഹാദുരന്തം. നിങ്ങൾ എവിടെ പോയതാ? അലൻ ചോദിച്ചു. അച്ചു ഒന്നും മിണ്ടിയില്ല. നിങ്ങൾ എവിടെ പോയതാന്ന് അലന്റെ ശബ്ദത്തിലെ ഗൗരവം കണ്ട് ലീലാമ്മ പറയാൻ തുടങ്ങി. അതും മോനെ. ലീലാമ്മയോടല്ല ഞാൻ ചോദിച്ചത്. അശ്വതി മറുപടി പറയട്ടെ. അവളൊന്നും മിണ്ടിയില്ല. അവൾ കാറിന്റെ ഡിക്കി തുറന്ന് വീൽ ചെയർ എടുത്ത് അമ്മയെ കാറിൽ നിന്ന് ഇറക്കി. അമ്മയെ കണ്ട് അലന്റെ കണ്ണുകൾ വിടന്നു. എന്നാൽ അതൊന്നും പുറത്ത് കാണിച്ചില്ല. വീട്ടിലേക്ക് കയറാൻ പോയ അച്ചുവിനെ തടഞ്ഞുകൊണ്ട് അലൻ പറഞ്ഞു. പറഞ്ഞിട്ട് അകത്തോട്ട് പോയാൽ മതി, ഇല്ലെങ്കിൽ പുറത്തേക്ക് പോകേണ്ടി വരും. അവൾ അതിനെ രൂക്ഷമായി നോക്കി. എന്നിട്ട് പറഞ്ഞു. ഞങ്ങൾ അമ്മയെ കൊണ്ട് പള്ളിയിൽ പോയതാ. പള്ളിയിൽ പോകുന്നതിന്റെ തന്ത അവിടെ കാത്തിരിക്കുന്നുണ്ടോടി? അലൻ അലറിക്കൊണ്ട് ചോദിച്ചു. എന്റെ തന്തയല്ല, സാറിന്റെ തന്ത അവിടെ കാത്തിരിക്കുന്നുണ്ട്. വല്ലപ്പോഴും ഒന്ന് പോയി നോക്കുന്നത് നല്ലതാ. എന്റേത് അങ്ങ് ചുടലപ്പറമ്പിൽ ഉറങ്ങുന്നു. അവളുടെ മറുപടി കേട്ട് അലന്റെ കിളികളെല്ലാം പറന്നുപോയി. ഇവളിത് എന്ത് മെറ്റീരിയലാണോ? യാതൊരു പേടിയുമില്ല. ലീലാമ്മ വാപ്പൊത്തി പിടിച്ച് ചിരിച്ചുകൊണ്ട് വേഗം അടുക്കളയിലേക്ക് പോയി. അലൻ മുറിയിൽ കയറി കുളിച്ച് ഫ്രഷായി ഓഫീസിലിരിക്കുകയായിരുന്നു. ഡൈനിങ് റൂമിൽ നിന്ന് ഉറക്കിയുള്ള സംസാരവും പൊട്ടിച്ചിരിയും കേൾക്കുന്നുണ്ട്. അവൻ പതി അവിടെ വരെയും പോയി നോക്കി. അമ്മയുണ്ടാക്കുന്ന കോഴിക്കറിയുടെ മണം ജനലിലൂടെ അകത്തേക്ക് നോക്കി അവന്റെ കണ്ണുകൾ വികസിച്ചു. അമ്മ വട്ടപ്പം മുറിച്ച് കോഴിച്ചാറിൽ മുക്കി കഴിക്കുന്നു. വലത് കൈ കൊണ്ടാണ് കഴിക്കുന്നത്. മറ്റേ രണ്ടുപേരും എന്തൊക്കെയോ പറഞ്ഞ് അമ്മയെ ചിരിപ്പിക്കുന്നു. പെട്ടെന്ന് ജനലിലേക്ക് നോക്കി അച്ചു അലൻ നിൽക്കുന്ന കണ്ടു. ഇനി അടുത്ത ബോംബിടാൻ വന്നതായിരിക്കും കലിപ്പൻ. അവൾ ഉള്ളിൽ ചിന്തിച്ചു. അവൾ കാണാത്ത ഭാഗത്തിലിരുന്നു. പിന്നെ ഉറക്കെ പറഞ്ഞു. ചേച്ചി, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും കപ്പൽ കിട്ടാനുണ്ടോ? വായിൽ കപ്പൽ ഓടിക്കാനുള്ള വെള്ളമുണ്ട്. ഈ ഒരു കോഴിക്കറിയുടെ മണം കാരണം. അമ്മയുടെ ഒരു കൈപ്പുണ്യല്ലേ ചേച്ചി? ഭാഗ്യം വേണം ഇതൊക്കെ കഴിക്കാൻ. അവൻ അരിശം വന്നു. ഇവൾ എന്റെ വീട്ടിൽ കയറുന്ന എന്റെ അമ്മയോടൊപ്പം ഇരുന്ന് എന്റെ കാശിന്റെ ആഹാരം കഴിച്ച് എന്നെ കളിയാക്കുന്നു. അവളിന്ന് ഇരുത്തി നോക്കിയിട്ട് അവനോടൊന്ന് പോയി. 4 മണിയോടെ ചായ കഴിഞ്ഞ് അശ്വതി അലന്റെ ഓഫീസിൽ നിന്ന് ഡോറിൽ മുട്ടി. കമൈൻ. അകത്തുനിന്ന് മുഴക്കമുള്ള സ്വരത്തിൽ മറുപടി വന്നു. സർ, ഞാനൊന്ന് വീട്ടിൽ പോയിക്കോട്ടെ. 1 മാസമായി അമ്മയെ കണ്ടിട്ട്. നാളെ രാവിലെ വരാം. ഇന്ന് പോകണ്ട, നാളെ രാവിലെ പോയി വൈകിട്ട് തിരിച്ചു വരണം, അലൻ പറഞ്ഞു. സർ, മാസത്തിൽ 1 ലീവ്. പറഞ്ഞു തീരും മുന്നേ അലൻ അലറി. തനിക്ക് ശമ്പളം തരുന്നത് ഞാനാ. തന്റെ ഇഷ്ടത്തിന് ലീവ് എടുക്കാനാണെങ്കിൽ താൻ പോയിക്കോ, ഇനി ഇങ്ങോട്ട് വരണ്ട.
അശ്വതി താങ്ക്സ് പോലും പറയാതെ കാറ്റുപോലെ പുറത്തേക്ക് പോയി. കണ്ണ് നിറഞ്ഞൊഴുകി. ഗതികേട് കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ പണിക്ക് വരില്ലായിരുന്നു. അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. ആങ്ങളയുടെ പഠിത്തം, വീട്ടു ചെലവ്, മരുന്ന്. അവൾ അച്ഛനെ ഓർത്തു. അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഞാനിങ്ങനെ. അച്ഛാ, ഈ അച്ഛനും മടുത്തു. അവൾ കണ്ണുടച്ച് പോകുന്ന അല്ലെങ്കിൽ ക്യാമ്പിൽ കണ്ടു. വേണ്ടായിരുന്നു. ഞാൻ എന്താ ഇങ്ങനെയായത്? ഗ്രാമീണതയുടെ ശാലീനതയും സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടി, എന്നാൽ നല്ല വിവേകവും തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കാനുള്ള ധൈര്യമുണ്ട്. വളരെ മാന്യമായിട്ടുള്ള വസ്ത്രധാരണം. ഷോൾ എപ്പോഴും 2 ചുമലിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ബട്ടൺ തുറന്നിട്ട് മറ്റുള്ളവരെ മാടി വിളിക്കുന്ന ജുവാനി എലിസബത്തും. കരഞ്ഞുകൊണ്ട് വരുന്ന അച്ഛനെ കണ്ട് ലിസിക്ക് കാര്യം പിടികിട്ടി. മോളെ, ഞാൻ എൻ്റെ മോനെ ന്യായീകരിക്കാൻ നോക്കാമെന്ന് എനിക്ക് തോന്നരുത്. അവൻ എൻ്റെ മകനാ. എൻ്റെ 3 മക്കളുടെ ഏറ്റവും മനുഷ്യത്വമുള്ള സ്നേഹമുള്ള ഇവനായിരുന്നു. ഇവൻ്റെ വിവാഹം കഴിഞ്ഞ അന്ന് മുതലാണ് ഇവനിങ്ങനെയായത്. സാർ കല്യാണം കഴിച്ചാണോ? അവൾ അത്ഭുതപ്പെട്ടു. അലീനെ കൊണ്ടുവന്ന ഒരാലോചനയായിരുന്നു. അവളുടെ ഭർത്താവിൻ്റെ കുടുംബത്തിലൊരു കുട്ടി. സ്വന്തം പെങ്ങളായതുകൊണ്ടും ഇവന് വേറെ പ്രണയൊന്നുമില്ലായിരുന്നുകൊണ്ടും എല്ലാവരും സമ്മതിച്ചു. ലീഡിയ, അവളുടെ പേരങ്ങനെയാണ്. ആദ്യ രാത്രി പാലും കൊടുത്ത് അവൾ അവൻ്റെ റൂമിലേക്ക് പറഞ്ഞു വിട്ടു. കുറച്ച് കഴിഞ്ഞ് മുൻവശത്തെ വാതിലുറക്കുന്ന സ്വരം കേട്ട് ഞാൻ മുറിയിൽ നിന്നിറങ്ങി. ലീഡിയ അവളുടെ സാധനങ്ങളെടുത്ത് മുറ്റത്ത് നിൽക്കുക. അലൻ അവളുടെ പുറകിൽ. നിങ്ങൾ എങ്ങോട്ടാ മക്കളെ പോകുന്നതെന്ന് ചോദിച്ചതിന് 2 പേരും മറുപടി പറഞ്ഞില്ല. അലനെ നോക്കിയപ്പോൾ എനിക്കെന്തോ പന്തികേട് തോന്നി. ഞാൻ ഏട്ടനെ വിളിക്കാൻ തിരിഞ്ഞപ്പോൾ ഒരു കാറ് ഗേറ്റിൽ വന്നു. ലിതിയ അതിൽ കയറിപ്പോയി. അലൻ അവിടെ തന്നെ ഇരുന്നു. എൻ്റെ ബഹളം കേട്ടിട്ട് വീടുണർന്നു. മോനെ, ഞാൻ പോയി അവൾ വിളിക്കട്ടെ? വേണ്ടപ്പാ, അവൾ പോയിക്കോട്ടെ. ആ കുട്ടിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. ഒളിച്ചോടാൻ ശ്രമിച്ച അവൾ വീട്ടിൽ പൂട്ടിയിട്ടു. പിന്നെ 2 പേർക്ക് ഒന്നിക്കാൻ അവർ കണ്ടെത്തിയ നാടകമായിരുന്നു ആ കല്യാണം. ഏട്ട അവിടെ തന്നെ കുഴഞ്ഞു വീണു. അമ്മേ, കാറിന് കീ എടുക്കാൻ പോയി ഞാൻ മുറിയിലെത്തിയില്ല. വഴിയിൽ ബോധം മറിഞ്ഞ് വീണു. പിന്നെ എണീറ്റപ്പോൾ ആ ഇരുട്ട് മുറിയിലായിരുന്നു. ഏട്ടൻ മരിച്ചേ ഞാൻ അറിഞ്ഞ് 41-ൻ്റെ അന്നാ. എൻ്റെ മോനൊരു ദിവസം തന്നെ അപ്പനും അമ്മയും ഭാര്യയും നഷ്ടപ്പെട്ടു. എനിക്കും അങ്ങനെ തന്നെ. മോൾ അവനെ വെറുക്കരുത്. അശ്വതി വീട്ടിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ 4 മണി കഴിഞ്ഞിരുന്നു. ചായക്കൊപ്പം എല്ലാവരും ആനി കൊടുത്തുവിട്ട ഉണ്ണിയപ്പം കഴിച്ചു. ചായ കുടിച്ചു കഴിഞ്ഞ അശ്വതി ലിസിയോടൊപ്പം മാവിൻ ചൂട്ടിലുള്ള ഊഞ്ഞാലിരുത്തി വീഴാതിരിക്കാൻ ഒരു ഷോൾ അരയിലൂടെ ചുറ്റി ഊഞ്ഞാലിൽ തന്നെ കെട്ടിവെച്ചു. താഴെ വീണ് കിടന്ന മാമ്പഴം പെറുക്കി കഴുകി ഒരു പാത്രത്തിൽ വെച്ച് ലിസി അതിൻ്റെ തൊലി ചെത്തി വൃത്തിയാക്കി. അത്താഴത്തിന് ഞാൻ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി തരാം കേട്ടോ, ലിസി പറഞ്ഞു. അശ്വതി പിന്നെയും മാങ്ങ പെറുക്കി കൂട്ടി. പുറത്തു പോയാൽ എൻ്റെ കാർ അകത്തോട്ട് വരുന്നവർ കണ്ടു. അശ്വതി കാണാത്ത ഭാവത്തിൽ മാമ്പഴം പെറുക്കി. ഇവളും നേരത്തെ തന്നെ വന്നല്ലോ. അപ്പം എന്നെ പേടിയുണ്ട്. ഒന്നുകൂടെ പേടിപ്പിക്കാം. അവൻ്റെ അലർച്ച കേട്ട് അവളും തിരിഞ്ഞു നോക്കി. വീണ്ടും കുമ്പിട്ട് മാങ്ങ പെറുക്കി. എൻ്റെ അമ്മയെ കൊണ്ട് പണിയെടുപ്പിക്കാനോടി നിനക്ക് ഞാൻ സാലറി ഇരുന്ന്. വീണ്ടും അവൾ കേൾക്കാത്ത പോലെ കുമ്പിട്ടുന്ന് മാങ്ങ പെറുക്കി. നിനക്ക് ചെവി കേൾക്കില്ലേ? എനിക്ക് കേൾക്കാം. ചെവി കേൾക്കാത്തവരാ അലറി വിളിക്കുക, അവൾ മനസ്സിൽ പറഞ്ഞു. എന്താ സാറേ, എന്നെ വിളിച്ചോ? അച്ചു ചിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു. അമ്മ ചെത്തിയിട്ട മാങ്ങാത്തൊലിയിൽ ചവിട്ടി. മാങ്ങാത്തൊലി ഇച്ചിരി ദൂരെ നിലം ചവിട്ടാതെ മുന്നോട്ട് കൊണ്ടുപോയി. ഇടിച്ചു നിന്ന് അലനെ. അവൻ തെറിച്ച് വീണു. അവള് വീണില്ല. സുഭാഷ്, എല്ലാം പൂർത്തിയായി. മോനെ, ലിസി ഷോളിന്റെ കെട്ടഴി ചാടിയണീറ്റു. അമ്മ വീഴും. അലൻ ചാടിയണീറ്റ് അമ്മയെ താങ്ങി. അശ്വതിയുടെ കണ്ണുകൾ നിറഞ്ഞു. അമ്മ എണീറ്റ് നിന്നു. മതി, എൻ്റെ ജോലി പൂർത്തിയായി. സന്തോഷം, ദൈവത്തിന് നന്ദി. അവൾ കൈകൾ കൂപ്പി. ബോധത്തിലേക്ക് വന്ന ലിസി കാണുന്നത് തന്നെ വട്ടം കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന അലനെയാണ്. അവൾ മകനെ പൂണ്ടടക്കം കെട്ടിപ്പിടന്നു. ഉറക്കെ കരഞ്ഞു. അവരമ്മയും മകനും കരഞ്ഞു തീർക്കട്ടെ. പുറത്തേക്ക് വന്ന ലീലാമ്മ കാണുന്നത് അമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്ന മകനെയാണ്. അവളുടെ കണ്ണിലും വെള്ളം നിറഞ്ഞു. ചിറ്റേ, അമ്മ എണീറ്റു. അവൻ കരഞ്ഞ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എപ്പോ? ഞാനൊന്ന് കാണട്ടെ. ലിസമ്മേ, ഒന്ന് എണീറ്റേ. ലിസി പതിയെ ലീലെ പിടിച്ച് എണീറ്റിരുന്നു. എൻ്റെ കർത്താവേ, നന്ദി. മോളെവിടെ? അന്ന് ആ വീട്ടിൽ ഉത്സവമായിരുന്നു. അലൻ ഡോക്ടറെ വിളിച്ച് കാര്യം പറഞ്ഞു. ഇനി ട്രീറ്റ്മെന്റ് കേരളത്തിലാക്കാൻ തീരുമാനിച്ച കാര്യവും പറഞ്ഞു. അന്നു മുതൽ ഡൈനിങ് ടേബിളിൽ അലനുള്ള പ്ലേറ്റ് കൂടെ ഉണ്ടായിരുന്നു. വീട് മുഴുവൻ കയറുകെട്ടി ഞാത്തിയിട്ടിരിക്കുകയാണ്. അതിൽ പിടിച്ച് ലിസി പതിയെ നടന്നു തുടങ്ങി. 2 ദിവസം കഴിഞ്ഞ് അത്താൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ചു പറഞ്ഞു. സർ, നാളെ എൻ്റെ പിറന്നാളാ. ഞാനിന്ന് വീട്ടിൽ പോയിക്കോട്ടെ? വേണ്ട, നാളെ അമ്മയ്ക്ക് ചെക്കപ്പ് ഉണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് വൈകിട്ട് പോയിക്കോ. അച്ചു ദയനീയമായി അമ്മയെ നോക്കി. അവള് പോട്ടെ മോനെ, ലീല ഉണ്ടല്ലോ, അവള് വന്നാൽ മതി. പോണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അമ്മേ, വൈകിട്ട് പോവാം. അമ്മ ഞാൻ പറഞ്ഞ് കേട്ടാ മതി. കാട്ടുമാക്കാൻ വിട്ടുപോത്ത് മരപ്പട്ടി. അച്ചു പിറുവിറുത്തോണ്ട് ഭക്ഷണം മതിയാക്കി എണീറ്റു. എന്തായാലും എണീറ്റല്ലോ, എന്നാൽ എൻ്റെ പ്ലേറ്റ് കൂടെ കൊണ്ടുപോയിക്കോ. അലനാണ്. തൻ്റെ കെട്ടിയോട് പോയി പറ. അച്ചുവിന് അരിശം വന്നു. അവരോട് തന്നെയാ ഞാൻ പറഞ്ഞു. ഇതാ ഇതുകൂടെ. അവൾ ചവിട്ടിക്കുലുക്കി അവിടുന്ന് പോയി. ചെക്കപ്പ് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ വൈകിട്ട് 5 മണിയായി. ഇനി എപ്പോൾ വീട്ടിൽ പോവാനാ? അവൾക്ക് സങ്കടം വന്നു. പാവ അമ്മ കാത്തിരിക്കുന്നുണ്ടാവും.
അമ്മയ്ക്ക് എടുത്ത ശേഷം അവൾ മുഖം കഴുകി തുടച്ചുകൊണ്ട് വരുമ്പോൾ ഹാപ്പി ബർത്ത്ഡേ മോളു എന്ന് പറഞ്ഞുകൊണ്ട് ആനി അവളെ കെട്ടിപ്പിടിച്ചു. ചേച്ചി ഹാപ്പി ബർത്ത്ഡേ. അവനൊരു സമ്മാനപ്പൊതി അവൾക്ക് നേരെ നീട്ടി. ഗോൾഡനും ബ്ലാക്കും മിക്സ് ചെയ്ത ഒരു ധാവണിയായിരുന്നു അതിൽ. വേഗം കുളിച്ചിട്ട് വാ, ഞാനൊന്ന് കാണട്ടെ ഇവളുടെ ചന്തം, ലിസി പറഞ്ഞു. അമ്മ എപ്പോ വന്നു? ഞാൻ രാവിലെ എത്തി, നീ വൈകിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാനും മോനും കൂടെ ഇങ്ങോട്ട് പോകുന്നു. നീലാമ്മ ചേച്ചി 2 ഗ്ലാസ് പായസം കൊണ്ടുവന്നു. ഒന്നിൽ ലിസമ്മക്ക് കൊടുത്തു, മറ്റേത് അച്ചുവിന്റെ കവിളിൽ മുത്തിക്കൊണ്ട് അവൾക്ക് കൊടുത്തു. സാധനം കൊടുത്തു ചേച്ചി? ഇല്ല, കൊടുത്തില്ല, മോൻ താഴെ വരുമ്പോൾ കൊടുക്കാം. അമ്മ ഉണ്ണിയപ്പം കൊണ്ടുവന്നിട്ടുണ്ട്, അബി പറഞ്ഞു. ആണോ? എനിക്ക് വേണം. ആദ്യം പോയി കുളിക്ക്, ഇന്നൊരു സദ്യ തന്നെ ഒരുക്കിയിട്ടുണ്ട്. മോളെ, ഈ ഉണ്ണിയപ്പം അവനൂടെ കൊണ്ടുപോയി കൊടുക്ക്. ഇത്ര നേരമായിട്ട് അവൻ താഴേക്ക് വന്നില്ല, അവൻ മുകളിൽ 2ാമത്തെ മുറിയിലുണ്ട്. അച്ഛൻ ഒരു ബൗളിൽ ഉണ്ണിയപ്പം എടുത്ത് മുകളിലേക്ക് സ്റ്റെപ്പ് കയറി. മുറിയുടെ ഡോറിൽ മുട്ടാൻ അവൾക്ക് ഭയം തോന്നി. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നിട്ടും എന്നൊന്ന് വിഷ് ചെയ്തുപോലും ഇല്ല. മറന്നു കാണില്ലെന്നറിയാം, ചിലപ്പോൾ ജോലിക്കാരി ആയതുകൊണ്ടായിരിക്കും. ആരാ പുറത്ത്? ജുവാനാണോ? അല്ല സർ, ഞാനാണ്. എൻ്റെ അമ്മയും അബിയും വന്നിട്ടുണ്ട്. സാറിന് ഉണ്ണിയപ്പം തരാൻ വന്നാ? ഇത്രയും നേരമായിട്ടൊന്നും കഴിച്ചില്ലല്ലോ. പായസം കഴിക്കാൻ താഴേക്ക് വരാൻ പറഞ്ഞു. അലൻ കുളി കഴിഞ്ഞ ഒരു കാഷ്വൽ ഡ്രസ്സാണ്. ടീഷർട്ടിന്റെ പുറത്ത് അവന്റെ കയ്യിലെ മസിലുകൾ കാണാമായിരുന്നു. തലമുടി അലസമായി കിടക്കുന്നുണ്ട്. അമ്മ ഉണ്ണിയപ്പം കൊണ്ടുവന്നിട്ടുണ്ട് തരാൻ. സാറിന് ഉണ്ണിയപ്പം തരാൻ പറഞ്ഞു. തന്റെ അമ്മ കൊണ്ടുവന്ന് താൻ തന്നെ കഴിച്ചോ? എനിക്ക് വേണ്ട. സർ, ഇന്നെന്റെ പിറന്നാളാണ്, പായസം കൊണ്ടുവരട്ടെ? അവള് പിന്നെയും ചോദിച്ചു. തന്റെ പിറന്നാളങ്ങ് തന്റെ വീട്ടിൽ ആഘോഷിച്ചാൽ മതി, ഇത് എന്റെ വീടാ, മനസ്സിലായോ? വന്നപ്പോൾ തന്നെ അറിഞ്ഞിരുന്നു ഉടക്കിയിട്ടേ പോവുള്ളൂ എന്ന്. സാർ, ഇത് കഴിക്കണ്ട എന്ന് പറഞ്ഞ ഒരെണ്ണം എടുത്ത് അവൾ വായിൽ വെച്ചു. അലനൊരു കാറ്റ് പോലെ വന്ന് പല്ലുകൾക്കിടയിരുന്ന ഉണ്ണിയപ്പം കണ്ട് അവളുടെ അത്തരങ്ങൾ അവന്റെ വായിലാക്കി ഒന്ന് നുണഞ്ഞുകൊണ്ടാണ് പകുതി കടിച്ചെടുത്തത്. അച്ചു ഒന്ന് വിറച്ചുപോയി. കയ്യിൽ നിന്ന് ബോള് താഴെ വീണു. ബാക്കി പകുതി കൂടി എടുക്കാനെന്ന മട്ടിൽ അവൻ വീണ്ടും അവളുടെ അത്തരങ്ങൾ അവന്റെ വായ്ക്കുള്ളിലാക്കി നുണഞ്ഞു. അച്ചുവിന്റെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു. അരക്കെട്ടിൽ ഒരു തണുപ്പറിഞ്ഞ് അവൾ കണ്ണു തുറന്നു. അവളുടെ അരക്കെട്ടിൽ പൊന്നരഞ്ഞാണം കെട്ടുന്ന കണ്ട് അവനെ നോക്കി. ഹാപ്പി ബർത്ത്ഡേ അച്ചു. അവൻ അവളെ നെറുകിയപ്പോഴാണ് നെറ്റിയിൽ മുത്തി. സർപ്രൈസ് ഒരുക്കിയാൽ ഞാനല്ല കേട്ടോ, അമ്മയാ. അവരമ്മമാർ തമ്മിലുള്ള അറേഞ്ച്മെന്റ് ആണിത്. ഒരു സർപ്രൈസ് കൂടിയുണ്ട്, അത് പിന്നെ. അച്ചു, നമുക്കൊരു ഉണ്ണിയപ്പം കൂടെ കഴിച്ചാലോ? പിന്നെ ഒന്ന് പോ, തന്നെയും കഴിച്ചാൽ മതി. അവനെ ഉന്നി മാറ്റി അച്ചു ഓടി സ്റ്റെപ്പ് ഇറങ്ങി. മോള് വന്നോ? അവനെ കൂടി വിളിക്ക്, നമുക്ക് ഊണഴിക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. അച്ചു കേക്ക് മുറിച്ച് അമ്മയുടെ വായിൽ വെച്ച് കൊടുത്തു. പിന്നെ എല്ലാവരുടെയും ഹാപ്പി ബർത്ത്ഡേ അച്ചു, ഇതെന്റെ വക ചെറിയൊരു സമ്മാനം. അലനൊരു നെക്ലേസ് എടുത്ത് അച്ചുവിന് കൊടുത്തു. അറിയി കിട്ടിയതാരോടും പറയണ്ട കേട്ടോ, അലൻ അച്ചുവിന്റെ ചെവിയിൽ പറഞ്ഞു. അവളൊന്ന് പുളഞ്ഞു പോയി. ലീലാമേ, ഞാൻ വാങ്ങിയെങ്കിൽ എടുത്തിട്ട് വാ. അവരൊരു ചെറിയ ചെപ്പ് കൊണ്ടുവന്ന് ലിസിയുടെ കയ്യിൽ കൊടുത്തു. ആനിയും ഞാനും കൂടി എടുത്ത തീരുമാനം, അച്ചുവിനെ എനിക്ക് തരാനും അലനെ അവൾക്ക് കൊടുക്കാനും. അതായത് മക്കൾ രണ്ടുപേരുടെയും വിവാഹം. ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ഇല്ലെങ്കിൽ ഈ മോതിരണിയിച്ച് നിശ്ചയങ്ങ് നടത്താം. അച്ചു അലനും പരസ്പരം മോതിരണിയിച്ചു. ഇനിയാണ് സദ്യ. 1 മാസത്തിനുള്ളിൽ അവിടെ വിവാഹം കഴിഞ്ഞു. ആദ്യ രാത്രിയിൽ അലൻ ചോദിച്ചു, നിന്റെ ബികോംകാരൻ ഇപ്പൊ എവിടെയാടി? എന്റെ വീട്ടിലുണ്ട്. എന്ത്, നിന്റെ വീട്ടിലോ? എന്റെ ആങ്ങളെന്റെ വീട്ടിലല്ല, പിന്നെ എവിടെ പോണം? അവൻ ബികോമിന് പഠിക്കുക. എടി കള്ളി, നിന്നെ ഞാൻ ശരിയാക്കും. അലൻ അച്ചുവിനെ കട്ടിലേക്ക് തള്ളിയിട്ടു. ഇനി അവർ ജീവിക്കട്ടെ അല്ലേ?